വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ കയറി നിരത്തുന്ന ഒരു കാഴ്ച ലോകരാജ്യങ്ങൾക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് സൗദി എവിടെ? സൗദിയായിട്ട് വലിയ കാര്യത്തിൽ പാക് നാറ്റോ ഒക്കെ കരാർ ഒപ്പിട്ടിട്ട് സൗദി പാകിസ്ഥാൻ ഒരു അടി കിട്ടുമ്പോൾ സൗദി വരണം, സൗദിക്ക് ഒരു അടി കിട്ടുമ്പോൾ പാകിസ്ഥാന് പോകും. അപ്പൊ ഇങ്ങനെയാണ് അവരുടെ കരാർ എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ സൗദി എവിടെയെന്നുള്ളൊരു ചോദ്യത്തിന് സൗദിയെ വിളിച്ചപ്പോൾ സൗദി പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് രണ്ടല്ല ഒന്നാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞ് ഈ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്തു എന്നാണ് പറയുന്നത്. പോരാത്തതിന് പാകിസ്ഥാൻ പട്ടാളക്കാരെ അടികിട്ടി ഓടാൻ തുടങ്ങി. ആ സമയത്ത് പാകിസ്ഥാൻ എയർഫോഴ്സിനെ വിളിക്കുകയാണ്. പാകിസ്ഥാൻ എയർഫോഴ്സിനെ പട്ടാളം വിളിക്കുകയാണ് ആ രാത്രിയിൽ. അപ്പൊ പാകിസ്ഥാൻ എയർഫോഴ്സിനെ വിളിക്കുമ്പോൾ ഈ പാകിസ്ഥാൻ എയർഫോഴ്സ് എങ്ങനെ വരും? അവർ വന്നു കഴിഞ്ഞാൽ തന്നെ എവിടെ അവർ ഫയർ ചെയ്യും, എവിടെ അവർ ബോംബിടും? ഈ അഫ്ഗാനിസ്ഥാനിലാണ് ഫൈറ്റ് കിടക്കുന്നെങ്കിൽ അവർക്ക് അപ്പുറത്ത് വ്യോമാതിർത്തി കടന്നിടാന്ന് പറയുന്നത്. പക്ഷെ ഇത് പാകിസ്ഥാനിൽ ജനവാസ മേഖലയിലാണ് ഈ അഫ്ഗാനിസ്ഥാന്റെ ഈ ബദ്രി യൂണിറ്റ്സ് അതെന്നാണ് അതിനെ പറയുന്നത്. ആ ബദ്രി യൂണിറ്റ്സ് വന്ന് നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നുഴഞ്ഞു കയറ്റത്തിൽ വിദഗ്ധന്മാരാണ് ഇവര്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ദുരന്ത് ലൈൻ ഇവര് പിടിച്ചടക്കി എന്നുള്ളൊരു റിപ്പോർട്ട് ആ സമയത്ത് വന്നു. 7 പ്രവിശ്യകൾ അവർ കൈയടക്കി എന്ന് റിപ്പോർട്ട് വരുന്നു. 25ഓളം സൈനിക പോസ്റ്റുകൾ ഇവർ കൈയടക്കി എന്ന് റിപ്പോർട്ട് വരുന്നു. ഏകദേശം 58 മുതൽ 60 സൈനികർ വരെ ഇവർ കൊന്നൊടുക്കി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴും ഈ സംഘർഷം എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു സംഘർഷം പോലെ തന്നെ ആ മേഖലയിൽ ഇപ്പൊ നിൽക്കുകയാണ്. ഇനി പാകിസ്ഥാൻ തിരിച്ചടിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഈ ദുരന്ത് ലൈൻ എന്ന് പറയുന്ന ലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഈ ആശങ്കകൾ ഉയരുന്നത്. കാരണം ഈ ലൈൻ എന്ന് പറയുന്നത് ചൈനയ്ക്കും അഫ്ഗാനിസ്ഥാനും എല്ലാം പാകിസ്ഥാനും എല്ലാം വ്യക്തമായിട്ട് ഒരു പിടിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോ ഈ പാക് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇവര് രണ്ടുപേരും ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഈ ഇറാനും ചൈനയും ഇന്ത്യയും അടക്കം ഇതിലേക്ക് വലിച്ചഴക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം എല്ലാവർക്കും ഉണ്ട്. അതങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ആ ജിയോ പൊളിറ്റിക്സ് വെച്ച് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള കാര്യം? ഈ ദുരന്ത ലൈനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കപ്പെടുന്നത്? എന്നും എല്ലാ കാലവും വിവാദമായിട്ട് നിന്നിട്ടുള്ള ഒരു അതിർത്തി രേഖയാണ് ഈ ഡ്യൂറന്റ് ലൈൻ എന്ന് പറയുന്നത്. 1894 സർ മൊർട്ടിക്കൻ ഡ്യൂറന്റ് എന്ന് പറയുന്ന സായിപ്പ് ബ്രിട്ടീഷ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും ഡിവൈഡ് ചെയ്യാനായിട്ട് ഒപ്പുവെച്ച ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു രേഖയാണ് ഈ ഡ്യൂറന്റ് ലൈൻ. അപ്പോൾ ഈ പറയുന്ന മോർട്ടിമർ ഡ്യൂറന്റിന്റെ പേരിനോട് ചേർന്നുള്ള ഡ്യൂറന്റ് ആണ് ഇതിന് ഡ്യൂറന്റ് ലൈൻ എന്ന പേര് വരാനുള്ള ഒരു കാരണം. 1893 അന്ന് തന്നെ അഫ്ഗാനിസ്ഥാന് വലിയ മുറുമുറുപ്പുണ്ടായിരുന്നു. അന്ന് പാകിസ്ഥാനില്ല, ബ്രിട്ടീഷ് ഇന്ത്യയാണ്. അപ്പോൾ നമുക്ക് 1947 രണ്ടായിട്ട് വിഭജിക്കുന്ന സ്വാതന്ത്ര്യം നേടുന്നതൊക്കെ. അപ്പോൾ ഇതിനെ ചൊല്ലി അന്നേ തർക്കമുണ്ട്. ഈ ലൈൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഈ ലൈൻ കടന്നു പോകുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിലാണ്. 2664 കിലോമീറ്റർ ആണ് അവർ തമ്മിലുള്ള ആ ബോർഡർ. ഇതിന്റെ ഒരു ഭാഗം ഇറാനാണ്, ഒരു ഭാഗത്ത് ഇത് ചൈനയുമായും ഇന്ത്യയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാനിത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചില പ്രേക്ഷകരെങ്കിലും തെറ്റിദ്ധരിക്കും, ഇന്ത്യയുമായി എവിടെയാണോ ഇത് ബന്ധപ്പെടുന്നതെന്ന്. ഞാൻ ഇന്ത്യ എന്ന് കാശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഇന്ത്യ പാക് അധിനിവേശ കാശ്മീർ കൂടി ചേർന്ന ഇന്ത്യയാണ്. അതല്ലാതെ ഒരു ഇന്ത്യ എനിക്കില്ല. അതായത് POKയോടെ ചേരുന്ന ഇന്ത്യയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ ഗിൽജിത്തും ബാൾട്ടിസ്ഥാനും അടക്കുന്ന ആ ഹിന്ദുക്കുഷ് മേഖലയിലാണ് ഈ ഡ്യൂറന്റ് ലൈൻ വന്ന് ഒരു ഭാഗം മുട്ടുന്നത്. ഒരു ഭാഗം ചൈനയുടെ കാരക്കോറം ഹൈവേ പോകുന്ന ഭാഗത്താണ് ഇതിന്റെ ഒരറ്റം മുട്ടുന്നത്. മറ്റേ ഈ പടിഞ്ഞാറാണ് ഈ ഇറാനുമായി ഒരു കുറച്ച് ഭാഗം ഇത് പങ്കിടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അഫ്ഗാനിസ്ഥാനുമായി. ഇത് പർവ്വതങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്, ചതുപ്പുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തുള്ള അനുസ്യൂതം കള്ളക്കടത്തുകാരും തീവ്രവാദികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. 235 ചെക്ക് പോസ്റ്റുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർക്കൊക്കെ പോകാനാണ്. ഈ ഡ്യൂറന്റ് ലൈൻ പാകിസ്ഥാൻ പറയുന്നത് ഇതാണ് അന്താരാഷ്ട്ര അതിർത്തി എന്ന് പറയുന്നു. അഫ്ഗാനിസ്ഥാൻ ഇത് പണ്ട് തൊട്ട് ഇതിനെ അംഗീകരിച്ചിരുന്നില്ല. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമൊക്കെ S ജയശങ്കർ പറഞ്ഞല്ലോ, നമ്മുടെ അയൽക്കാരെന്ന്. നമ്മുടെ അയൽവാസികൾ തന്നെയാണ് ഇവർ. അതായത് പാക് അധിനിവേശ കാശ്മീർ നമ്മുടെ ആണല്ലോ. അത് നമ്മുടെ അല്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇതൊന്നും അഫ്ഗാനിസ്ഥാനോട്ട് നമുക്ക് അതിർത്തി ഇല്ല എന്ന് തോന്നുന്നത്, ഈ ഡ്യൂറന്റ് ലൈനുമായിട്ട് നമുക്ക് ബന്ധമില്ല എന്ന് തോന്നുന്നതൊക്കെ നമ്മൾ അങ്ങനെ കരുതുന്നുകൊണ്ടാണ്. നമ്മൾ ഇന്നും കരുതുന്നത് നമ്മുടെ അവിഭക്ത കാശ്മീർ തന്നെയാണ്, അല്ലാതെ വെട്ടിമുറിച്ച കാശ്മീരിനെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഇടമാണ്, അവിടെയാണ് ഇപ്പോൾ കടന്നു കയറിയിരിക്കുന്നത്. അപ്പോൾ ഡ്യൂറന്റ് ലൈൻ എല്ലാ കാലം, അത് ഇറാൻ ഇതിനു മുമ്പ് അടിച്ചിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ട്. ഈ ലൈനിനെ ചൊല്ലിയുള്ള തർക്കം ഇറാനുമായിട്ടുണ്ടായിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനുമുണ്ട്. പിന്നെ ചൈന, ഇനി ഇന്ത്യ പിന്നെ കൈവെക്കാൻ കഴിയില്ല. കാരണം നിലവിൽ ഇപ്പൊ ഇന്ത്യയുടെ കയ്യിലല്ല അതിന്റെ അഡ്മിനിസ്ട്രേഷൻ. കാരണം POKയുടെ ഒരു ഭാഗത്തെ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ പാകിസ്ഥാന്റെ കയ്യിലാണ്. അപ്പൊ പിന്നെ നമുക്ക് അതിനകത്ത് ഇടപെടാൻ കഴിയില്ല.
ഇത് ഈ ഖൈബർ ഇടനാഴി, നമ്മൾ എപ്പോഴും പറയുമല്ലോ ഖൈബർ ഇടനാഴി, ഖൈബർ ഇടനാഴി എന്ന്. ഈ ഖൈബർ ഇടനാഴിയുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ലൈൻ അങ്ങനെ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് സ്വാഭാവികമായി തന്നെ ഇന്നിപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നു, സമാധാന നീക്കങ്ങൾക്കാണ് പാകിസ്ഥാൻ മുതിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഇനി അതല്ല നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കിയാൽ വലിയ രീതിയിൽ തന്നെ ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകും എന്ന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ അവസരത്തിലാണ് എല്ലാവരും ചോദിക്കുന്നത്, കഴിഞ്ഞ ഒരു 3-4 ആഴ്ചക്ക് മുമ്പ് കൊട്ടിഘോഷിച്ച അറബ് നാറ്റോ, പാകിസ്ഥാനും സൗദിയും തമ്മിൽ പിന്നെ ഒപ്പുവെച്ചൊരു കരാർ, പാകിസ്ഥാൻ സൗദി എന്നൊക്കെയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് നമ്മൾ പറഞ്ഞു സൗദി അവർ വരില്ല, കാരണം അവന്മാർക്ക് ബിസിനസ്സും ഒക്കെ ചെയ്ത് കുറെ പൈസയുണ്ട്, ആ പൈസയൊക്കെ സൂക്ഷിച്ച് അമര് പോകും, അല്ലാതെ ഈ പ്രാന്തന്മാരെ കണക്ക് ഉള്ള പൈസയും കളഞ്ഞ് പണിയും കളഞ്ഞ് തല്ലിലും വഴക്കിനൊന്നും അവർ നിൽക്കില്ല. വേണേ കുറച്ച് ഫണ്ട് ചിലപ്പോൾ പാകിസ്ഥാന് കൊടുക്കും, വേണമെങ്കിൽ ചിലപ്പോൾ ആയുധങ്ങൾ, അബാക്സ് പോലുള്ള ചിലപ്പോൾ ആയുധങ്ങളൊക്കെ ചിലപ്പോൾ കൊടുത്തേക്കാം. അത്ര അതും കൊടുക്കുമെന്നില്ല, കാരണം അവന്മാർ പൈസ മുടക്കി മേടിച്ചിട്ടിരിക്കുന്ന സാധനം, അതൊക്കെ ഇവിടെ കളിക്കാൻ വേണ്ടി കൊടുക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഫണ്ട് കൊടുക്കും, ഫണ്ടുണ്ട് ഒരുപാട് സൗദിയുടെ. അതുകൊണ്ട് ഫണ്ട് കൊടുക്കും. പാകിസ്ഥാനെ സംബന്ധിച്ച് പൈസ മതി, അവർക്ക് ഇപ്പോൾ ആയുധം കിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സൗദി ആദ്യം തന്നെ ഒരു പ്രസ്താവന ഇറക്കി. സൗദി പറഞ്ഞത്, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഈ പ്രശ്നം തീർക്കണം. ഖത്തർ ഇടപെട്ടു, ഇറാൻ ഇടപെട്ടു, അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഇടപെട്ടു. പെട്ടെന്ന് തന്നെ അഫ്ഗാനിസ്ഥാൻ പണി നിർത്തി. അഫ്ഗാനിസ്ഥാൻ എവിടെ പണി നിർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധനുഷ് നേരത്തെ സൂചിപ്പിച്ചാണെങ്കിൽ അഫ്ഗാന്റെ ഈ പറയുന്ന താലിബാൻ എന്ന് പറയുന്ന അവിടെ സേന പാകിസ്ഥാന്റെ മണ്ണ് നിൽക്കുക ഇപ്പോഴും. അങ്ങോട്ടേക്ക് പാകിസ്ഥാൻ സൈന്യത്തിന് കയറാൻ പറ്റിയിട്ടില്ല. പണി നിർത്തുക വെച്ചാൽ അവിടെ അവർ ഇരിപ്പുണ്ട് ഇപ്പോഴും. എപ്പോഴാണോ പണി തുടങ്ങേണ്ടത് അവിടെ അവർ തുടങ്ങും. അതാണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ അവസ്ഥ. കാരണം ഖൈബർ പഖ്തൂൺ മേഖല ഈ ഡ്യൂറന്റ് ലൈനിലാണ്. ഈ ഡ്യൂറന്റ് ലൈനിൽ ഈ ഖൈബർ പഖ്തൂൺ മേഖലയിൽ എങ്ങനെയാണ് ഈ ഗോത്രവർഗ്ഗക്കാർ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൈൻ വന്നതോടുകൂടി ഗോത്രവർഗ്ഗങ്ങൾ രണ്ടായി വിഭജിച്ചു. ഗോത്രവർഗ്ഗ പ്രദേശങ്ങൾ, അതായത് ഒരു ഗോത്രവർഗ്ഗ പ്രദേശം, ഒരു ഗോത്രത്തിന്റെ ഒരു പ്രദേശം തന്നെ രണ്ടായിട്ട് പോയി നടുക്കൂടെ. അതായത് ഒരു വലിയ പ്രദേശം ഒരു അന്താരാഷ്ട്ര അതിർത്തിയായി മാറുന്നു. ഈ അതിർത്തിക്കപ്പുറം അഫ്ഗാനിസ്ഥാനിൽ കുറച്ചു പേർ, ബാക്കിയുള്ളത് ഇവിടെ. ഇവരുടെ വേണ്ടി പോരാടുകയും ഈ ഖൈബർ പഖ്തൂൺ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് പോരാടുന്ന ഒരു സംഘടനയാണ് തെഹ്രിക്ക് താലിബാൻ. അങ്ങനെയാണ് ഈ താലിബാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഒരു സമൂഹത്തിന്റെ ഇടയിലൂടെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് ഒരു ഗ്രാമത്തിന്റെ നടുവിലൂടെ കയറയിൽ പോയാൽ എന്ത് സംഭവിക്കും, വലിയ മതിലൊക്കെ കെട്ടി, അതേപോലെ ഒരു ഡ്യൂറന്റിലും കടന്നു പോകുന്നു പഖ്തൂണിന്റെ ആ മേഖലയിലൂടെ, ഖൈബർ പഖ്തൂൺ മേഖലയിലൂടെ. അതിനു വേണ്ടിയിട്ടാണ് തെഹ്രിക്ക് താലിബാൻ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇപ്പുറത്ത് കിടക്കുന്ന ബലൂചിസ്ഥാൻ അവർ സഹായിക്കുമോ പാകിസ്ഥാൻ? ഇല്ല. അപ്പൊ ഇങ്ങനെ കിടക്കുന്നിടത്ത്, അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ പലരും കണ്ടിട്ടുണ്ടാവും, പാകിസ്ഥാൻ സൈനികർ ജീവനും കൊണ്ട് പരക്കം പായുന്നത്. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് യുദ്ധമൊഴിഞ്ഞ നേരമില്ല. ഇസ്രായേലിന്റെ കാര്യം പറയുന്ന കണക്കാണ്, അതിനകത്ത് തന്നെ പ്രശ്നം, പുറത്ത് തന്നെ പ്രശ്നം, പ്രശ്നത്തോടെ പ്രശ്നം. അങ്ങനെ നിൽക്കുന്നിടത്താണ് അവര് ഈ പാകിസ്ഥാൻ ചെന്ന് ഏറ്റുമുട്ടുന്നത്. ഇവിടെ രണ്ടുപേർക്കും രണ്ട് മാനസികാവസ്ഥയാണ്. പാകിസ്ഥാൻ ആയുധബലമുണ്ട്, സത്യം തന്നെയാണ്, പക്ഷെ മനോബലമില്ല എന്നുള്ളതാണ് പാക് സൈന്യത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ. ഒരുപക്ഷെ ഇന്ത്യയുമായിട്ട് അവർ പോരാടുമ്പോൾ കുറച്ചൊക്കെ അവരുടെ ഒരു മനോവീര്യമൊക്കെ അവർ പുറത്തെടുക്കാറുണ്ട്. പക്ഷെ അഫ്ഗാനിസ്ഥാനിൽ പോരാടുമ്പോൾ അവർക്കതില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിർത്തി കടന്നു വരുന്ന ശത്രുവിനെ അല്ല അവർക്ക് ഭയം, തന്റെ കാലിന്റെ അടിയിലിരിക്കുന്ന ബോംബിനെയാണ് അവർക്ക് ഭയം. അതാണ് അവരുടെ പ്രശ്നം. കാരണം ഇതിന്റെ ഇടയിൽ ചാവേറുകളുണ്ട്. ഞാൻ തമാശ രീതി പറഞ്ഞതല്ല, ഭംഗ്യേന്ദ്രനെ പറഞ്ഞ വാക്കല്ലത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാവേറുകൾ ഈ കൂട്ടത്തിലുണ്ടോ, ഇവിടെ ഇടിച്ചു കയറുമോ എന്ന് ഇവന്മാർക്ക് അറിയില്ല. ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടുക അങ്ങനെയല്ലല്ലോ. ഇന്ത്യയുടെ ബോർഡറിൽ നിന്നുള്ള അടി വരുമ്പോൾ മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി. ഇത് അങ്ങനെയല്ല. ഇതിനകത്തും അവന്മാരുണ്ട്, പുറത്തുണ്ട്. എവിടെ നിന്നൊക്കെ അടി വരുന്ന ഒരു പിടുത്തവും കിട്ടത്തില്ല. അതാണ് അവരുടെ സംബന്ധിച്ചൊരു ഉൾഭയമുള്ളത്. അതുകൂടാതെ തന്നെ പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു ആഭ്യന്തര കലാപം തുടങ്ങിയിട്ടുണ്ട്. അവിടെ TLP എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം തുടങ്ങി. ഇന്നലെ അമേരിക്കൻ എംബസിയിലൊക്കെ മുമ്പിൽ വലിയ സംഘർഷമായി 13 പേർക്ക് വെടിവെപ്പിൽ പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് വെടിവെക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ റേഞ്ചേഴ്സ്, അതായത് പാകിസ്ഥാന്റെ നമ്മുടെ BSF പോലെയുള്ള പാകിസ്ഥാന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സായ റേഞ്ചേഴ്സിനെ കൊണ്ട് ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ് ഇസ്ലാമാബാദിലും കറാച്ചിയിലും റാവൽപിണ്ടിയിലും അടക്കം. കാരണം അവിടെ പ്രാദേശികമായിട്ടുള്ള വിവിധ സംഘടനകൾ ഈ ഗസ കരാറിനെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ ഒരു ലൈനിലേക്ക് പോകുന്നത്. ഇവിടെയാണ് നരേന്ദ്രമോദി ഈ ഈജിപ്തിലേക്ക് പോകാത്തത് വളരെ നല്ല കാര്യമായിട്ട് വരും. കാരണം പാകിസ്ഥാൻ ഒരു ഗസ കരാർ വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയാണ് അവിടെ. അവിടുത്തെ ജനം, പാകിസ്ഥാനിലെ ജനം ഈ ഗസ കരാറിനെതിരായിട്ട് അവിടെ പ്രക്ഷോഭം നടത്തുക. നാളെ ഒരു ഇഷ്യൂ ഉണ്ടായി ഇതും കൂടെ പാകിസ്ഥാനോട് ഉയർത്തി പിടിക്കില്ലേ? ഇന്ത്യ നമ്മുടെ ഗസ കരാറിനെ അനുകൂലിച്ചവന്മാരാണ് എന്നൊരു വികാരം കൂടെ കൂട്ടി. നമ്മൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ ഏതായാലും. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നു. ഈ സംഘർഷം കൂടുതൽ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇപ്പോഴത്തെ അവസ്ഥയിൽ വരേണ്ട ഒരു രാജ്യം സൗദിയാണ്. അവർ വരില്ല എന്ന് ഏതാണ്ട് കൺഫേം ആയി കഴിഞ്ഞു. രണ്ടാമത് പിന്നെ വരേണ്ടത് അമേരിക്കയാണ്. അമേരിക്ക വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇന്ത്യയും ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാന് പിന്നിൽ അണിനിരക്കും. പിന്നെ അപ്പുറത്ത് കിടക്കുന്നത് ഇറാനാണ്. ഇറാന് ഈ അമേരിക്ക വരുന്നതിനെ
പിന്നെ സ്വാഗതം ചെയ്യാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കഴിയുമെന്നുള്ളത്. ഇനിയിപ്പോ എന്ത് ഫണ്ട് കൊടുത്താലും എന്ത് ഉപരോധത്തിൽ ഇളവ് കൊടുത്താലും ഇറാൻ അത് സമ്മതിക്കും എന്ന് തോന്നുന്നില്ല. ഇറാൻ സമ്മതിച്ചാലും അവർ അകത്ത് കിടക്കുന്ന അവരുടെ ഗ്രൂപ്പുകൾ അത് സമ്മതിക്കും, മിലിഷ്യൻസ് അത് സമ്മതിക്കും എന്ന് തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിസന്ധിയും അവിടെയുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധം, അതായത് പാക് അഫ്ഗാൻ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അലയൊലികൾ പാക് അധിനിവേശ കാശ്മീരിലുണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ അതിലേക്ക് ഇന്ത്യ വലിച്ചഴക്കപ്പെടും. ചൈനയുടെ ഒരു പരോക്ഷ സഹായം അഫ്ഗാനിസ്ഥാന് കിട്ടും. കാരണം അവർക്ക് വലിയ രീതിയിൽ ഇപ്പോൾ അവർ കണ്ണുവച്ചിരിക്കുന്ന മണ്ണ് അഫ്ഗാന്റെ ധാതു സമ്പത്തിലാണ് അവർ കണ്ണുവച്ചിരിക്കുന്നത്. ഇന്ത്യയും കണ്ണുവച്ചിരിക്കുന്നത് അതിൽ തന്നെയാണ്, അമേരിക്കയും കണ്ണുവച്ചിരിക്കുന്നത് അതിൽ തന്നെയാണ്. അപ്പോൾ അതെങ്കിലും സംരക്ഷിക്കാൻ അവർക്ക് മുമ്പോട്ട് നിന്നേ പറ്റൂ. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം ഇപ്പോൾ ചൈന പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യാതെ മാറി നിൽക്കുന്നതിന്റെ കാര്യം പാകിസ്ഥാൻ ഏതാണ്ടൊക്കെ അമേരിക്കൻ പക്ഷത്തേക്ക് നീങ്ങിയതിന്റെ ഭാഗമാണ്. ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് കഷ്ടകാലം തന്നെയാണ്. ഗസയിൽ ഒരു പരുവത്തിലൊക്കെ തൽക്കാലത്തേക്കെങ്കിലും ഒരു വെടിനിർത്തൽ കരാർ ഒപ്പുവെപ്പിച്ചു. അത് കഴിഞ്ഞ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള മിസൈലുകളും മറ്റും ഉക്രൈന് കൊടുക്കുന്ന ഇന്നിപ്പോൾ പുട്ടിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. പുട്ടിൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരു ഭാഗത്ത് കത്തുന്നു. മറുഭാഗത്ത് ഇതാ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഈ യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്നു. അതായത് 8 യുദ്ധം തീർത്ത ശ്രീ ഡൊണാൾഡ് ട്രംപിന് 9ാമതൊരു യുദ്ധം തീർക്കാനുള്ള ഭാഗ്യം ഒരുപക്ഷെ ഉണ്ടായേക്കും. അടുത്ത നൊബൽ പ്രൈസിനെങ്കിലും അദ്ദേഹം ശുപാർശ ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് അതായത് നമ്മൾ പറയത്തില്ലേ, ഈ അലക്കൊഴിഞ്ഞ് രാമേശ്വരത്ത് പോകാൻ നേരമില്ലെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ട്രംപ്. ഒന്ന് തീരുമ്പോ ഒന്ന് തീരുമ്പോ ഒന്ന്. ഇനി ഇതെല്ലാം തീർന്നിട്ട് എന്നാണ് ഇദ്ദേഹത്തിന് സമ്മാനം കിട്ടുന്നത് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല.